flavors of Thailand. ഫുൾ ഇങ്ങനത്തെ കാര്യങ്ങളുണ്ട്. റൈറ്റ് 80, 20. ചെറുതുണ്ട്, ചെറുത് അതിങ്ങനെ വാങ്ങാൻ. ഓക്കെ, ഒരു ചെറുതാകാം. ഉണ്ണിയപ്പം മാതിരി ഇവരുണ്ടാക്കുന്നത് ഒരു തായ് സ്വീറ്റാണ്. നമ്മളുടെ പല കളേഴ്സ്. ഇത് പാൻറ്റൻ ജ്യൂസ് വെച്ചിട്ടാണ്, അതായത് നമ്മുടെ രമ്പയിലയുടെ ജ്യൂസ്, അതാണ് ഗ്രീൻ കളർ. ഇത് കോക്കനട്ട് ഉണ്ട്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ. അത് പാക്കറ്റ്സിലാക്കി കൊടുക്കും. അവരുടെ ഒരു സ്വീറ്റാണ്, കോക്കനട്ട് ഫ്ലേവർ, പാൻ കേക്ക് മാതിരി. അത് തന്നെ ഉണ്ണിയപ്പം പോലെയും കോരി ഒഴിച്ച് ചെയ്യുന്നുണ്ട്. ഇത് സ്റ്റിക്കി റൈസ്. ധാരാളം ബസ് സർവീസ് ഉണ്ട്, ബസ് സ്റ്റോപ്സ് ഉണ്ട്. ആൾക്കാരെല്ലാം ഇങ്ങനെ ബസ് കാത്ത് നിൽക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ഉണ്ട് ഇവിടെ. ട്രെയിൻസ്, പിന്നെന്താ മറ്റേ എന്താ പറയുക, മെട്രോസ് ഒക്കെ ഉണ്ട്. ഇത് കുറച്ചൊരു പോഷ് ഏരിയയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ എന്ന് വെച്ചാൽ വലിയ മോൾസ് ഉണ്ട്. അതുകൂടാതെ സൈഡിൽ ഇങ്ങനെ ചെറിയ ഓട്ടോറിക്ഷ മാതിരിയുള്ള ഒരു മൊബൈൽ യൂണിറ്റ്സിൽ ഭക്ഷണശാലകളാണ്. നോക്കൂ, ഇതെല്ലാം ഗ്രിൽഡ് ആയിട്ടുള്ള ഐറ്റംസ്. ഈ സൈഡിലെല്ലാം ഗ്രിൽഡ് ബീഫ്, ഗ്രിൽഡ് ചിക്കൻ, ഗ്രിൽഡ് സീ ഫിഷ്, ഫിഷ് ഐറ്റംസ്, പിന്നെ സീ ഫുഡ് ഐറ്റംസ്. കുറച്ച് പോഷ് ആയിട്ടുള്ള ആൾക്കാർ വന്ന് പുറത്തിരുന്ന് വൈകുന്നേരങ്ങളൊക്കെ ഭയങ്കര സജീവമാണ്. ഇവിടെ പിസ്സയുടെ ഇതെല്ലാം മേക്ക് ഷിഫ്റ്റാണ്. നോക്കൂ, ഇത് വാഹനമാണ്, വാഹനം എടുത്തിട്ട് പോകാൻ പറ്റും. ഇത് പിസ്സ ആൻഡ് ഇറ്റാലിയൻ ഐറ്റംസ് ആണ്. കാർബണോറ, സ്മോക്ഡ് സാൽമൺ, ഇങ്ങനത്തെ കുറേ കാര്യം. തൊട്ടിപ്പുറത്തൊരു ഐസ്ക്രീമിൻ്റെ ഒരു വണ്ടി. ഇതെല്ലാം വാഹനങ്ങളാണ്. സോ മെനി വാഹനങ്ങൾ. നോക്കും, എല്ലാം കോൺസ് ആണ്. ചോക്ലേറ്റ്, ബ്രൗണി, കാരമൽ ആപ്പിൾ പൈ, റാസ്ബെറി യോഗർട്ട്. എല്ലാം പ്രൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഹലോ, കൊള്ളാം. ഇതെല്ലാം മൊബൈൽ യൂണിറ്റ്സ് ആണ്. ഇത് വൈകുന്നേരങ്ങളിൽ ഇവിടെ സജീവമാകുന്ന കാഴ്ചയാണ്. പിന്നെ ഇവിടെ മാംഗോ എന്ന് പറഞ്ഞ യൂണിവേഴ്സൽ മാംഗോ, അത് അടുത്ത ഒരു കാര്യം. ഇവിടെ കംപ്ലീറ്റ് മാംഗോ തീമാണ്. മാംഗോ സ്റ്റിക്കി റൈസ്, മാംഗോ സ്ലൈസ്, പാഷൻ ഫ്രൂട്ട് ഐസ്, മാംഗോ ഐസ്ക്രീം, എല്ലാം മാംഗോ. ഇവിടെ വരുമ്പോൾ കുറച്ച് കെബാബ്സ്, ഇങ്ങനത്തെ കാര്യം. ചിക്കൻ കെബാബ്, ബീഫ് കെബാബ്, പിന്നെ കുറേ ഫ്രൂട്ട്സ്, കട്ട് ഫ്രൂട്ട്സ്. ഇതെല്ലാം ഒരു സൈഡിലെ കാഴ്ച. ഇപ്പുറത്തെ സൈഡിലാണെങ്കിൽ സ്റ്റാർബക്സ്, കോഫി, പോഷായിട്ടുള്ള ഏരിയാസാണ്. ഇത് വേറെ ഒരു സ്റ്റൈല്. അങ്ങനെ ഇത് വളരെ സജീവമായിട്ടുള്ളൊരു മോൾ ഏരിയ. ഇത് നോക്കൂ, ഇവിടെ ഗ്രിൽഡ് ഫിഷ്, മിൽക്ക് ചിക്കൻ, ഗ്രിൽഡ് ഫിഷ്, ഗ്രിൽഡ് ഫ്രഷ് മിൽക്ക്
പോർക്ക്, ഇവിടെ ക്ലാംസ്, ശംഖ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഇവിടെ. കറങ്ങി തിരിച്ചതേ ഇവിടെ വേറൊരു സ്റ്റൈല്, ഏഞ്ചൽസ് ബെറി, ഇത് യോഗേർട്ട്, ഇതെല്ലാം യോഗേർട്ട് ഐസ്ക്രീംസ്. ഡ്യൂറിയൻ്റെ ഉണ്ട്, ഭയങ്കര സ്റ്റൈലായിട്ട് വെച്ചിരിക്കുന്നു. സ്ട്രോബെറി ചീസ് കേക്ക്, ടിറാമിസു, ഏഞ്ചൽസ്, അയ്യോ ടിറാമിസു, മാംഗോ ആൻഡ് പാഷൻ ഫ്രൂട്ട്, വാനില. ഓക്കെ, ഐ ഹാവ് വാനില, 1 വാനില. ഇപ്പോൾ ഇതിൽ ഡിസൈൻ കാണിച്ചിരിക്കുന്നില്ല, അതുപോലെ തന്നെയാണ് ഐസ്ക്രീംസ് വരുന്നത്. ഇത് വെറുതെ ഡമ്മി ആയിട്ട് വെച്ചിരിക്കുന്നതാണെങ്കിലും ഇത് പാറ്റേണിൽ വരും. ഇപ്പോൾ ഡ്യൂറിയൻ ആണെങ്കിൽ ഇങ്ങനെയായിരിക്കും. ഇത് നോക്കൂ, ഞാൻ പറഞ്ഞുതരാം. സി യോഗേർട്ട് 80, യെസ്. നോക്കൂതേ, വാനിലയുടെ ഷേപ്പ് ഉണ്ടോ, സെയിം. അപ്പോൾ ഏഞ്ചൽസ് ബെറി പറഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെ, ബ്ലൂബെറി യോഗേർട്ട് ആയിരുന്നെങ്കിൽ അങ്ങനെ, മിൽക്ക് ആൻഡ് ക്രീം ഇങ്ങനെ, കോക്കനട്ട് ഇങ്ങനെ, സ്ട്രോബെറി ചീസ് കേക്ക്, ഡൂറിയൻ, തിറാമിസു. എന്ത് രസമായിരിക്കണോ. ഭയങ്കര രസം. അതേപോലെ ഐസ്ക്രീം വാങ്ങിയിട്ട് ഇവിടെ ഇരുന്ന് കഴിക്കുവാണ്. ഇതൊരു വ്യത്യസ്തമായ എൻജോയ്മെൻ്റ് ആണ് ഇവിടെ എല്ലാം വന്നു കഴിഞ്ഞാൽ. ഈവനിങ്സ് എല്ലാം ഈ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലൊരു പർദീസ തന്നെയാണ് ബാങ്കോക്ക്. ഭക്ഷണം മാത്രമല്ല, ഷോപ്പിങ്ങിൻ്റെ കാര്യത്തിൽ. നഗരമധ്യേ ഒരു കനാലും പോകുന്നുണ്ട്. ഇതിൽ ക്രൂയിസ് നടത്താൻ പറ്റും. രാത്രി ഡിന്നർ ക്രൂയിസ് എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ ബുക്ക് ചെയ്യാം. അപ്പോൾ ഈ കനാലിലൂടെ ഇങ്ങനെ ഒരു ബോട്ടിൽ കൊണ്ടുപോകും, അതിൽ ഡിന്നർ തരും, ലൈറ്റപ്പ് ചെയ്തിട്ട്. ഭയങ്കര രസമാണെന്നാണ് പറയുന്നത്. ഇത്രയും ഫ്രീ ആയിട്ട് റോഡിൻ്റെ നടുക്ക് ഇത്രയും തിരക്ക് പിടിച്ചൊരു ബിസി സ്ട്രീറ്റിൻ്റെ സൈഡിൽ വന്നിങ്ങനെ നമുക്കൊരു ഐസ്ക്രീം കഴിച്ച് നിൽക്കാൻ എത്ര സ്ഥലത്ത് പറ്റും. ഇവിടെ കൂളാണ്. മീനിൻ്റെ ബാക്കിയകത്തെല്ലാം ലെമൺ ഗ്രാസ് സ്റ്റഫ് ചെയ്ത് വെച്ചിട്ടാണ് അവർ മാറിനേറ്റ് ചെയ്ത് ഗ്രില്ല് ചെയ്യുന്നത്. അപ്പോൾ ആ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്. ഇത് വൻ ഡിമാൻഡാണ്. രാത്രി ആയി കഴിഞ്ഞാൽ ഭയങ്കര ഡിമാൻഡാണ്. ഇതേ നോക്കൂ, എല്ലാം ഫ്രഷ് ആയിട്ട് കൊണ്ടുവച്ചിരിക്കുക. ആൾക്കാർക്ക് വേണമെന്നുള്ളതനുസരിച്ചിട്ട് ഓർഡർ എടുക്കാം. ഇതെല്ലാം ഫുഡ് കോർട്ട്സ്. നല്ല ടേസ്റ്റാണ് ഈ രീതിയിൽ ഗ്രിൽ ചെയ്ത ഫിഷ്. 1 ഫിഷ്. ഒരു ഫുൾ ഫ്രഷിനൊക്കെ ഒരു 200 ബാട്ടൊക്കെയാണ് വില. നല്ല വിലയുണ്ട്, പക്ഷെ നല്ല ഹെവി സാധനമാണ്. ഇവിടെ കുറച്ച് ഇക്കണോമിക്കലായിട്ട് വെച്ചിരിക്കുകയാണ്. 5 ബാട്ട്, 10 ബാട്ട്, 15 ബാട്ട് ഈ രീതിയിൽ. ഇതിൻ്റെ കൂടെ സോസും കൂടി ചേർത്ത് അവർ കൊടുക്കും.
സിറ്റിയുടെ തിരക്ക് പിടിച്ച നഗരക്കാഴ്ചകളുമായി ഞാൻ ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്. അപ്പോൾ രാത്രി കാഴ്ചകൾ കാണാനായിട്ട് ഞാൻ വീണ്ടും ഇറങ്ങിയിരിക്കുകയാണ് ബാങ്കോക്ക് നഗരത്തിൽ. അപ്പോൾ നമ്മൾ മെട്രോ ട്രെയിൻ സ്റ്റേഷനിലേക്ക് പോവാണ്. അപ്പോൾ മെട്രോ യാത്ര. അങ്ങനെ ഒരു മെട്രോ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. നമ്മളുടെ ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്യും. Crowd. Yes, yes, please. നല്ല ക്രൗഡഡാണ് മെട്രോസ് എല്ലാം തന്നെ.
Next station, Tom Hall. അടുത്ത സ്റ്റേഷനിലാണ് The next train is for Huinyai. Passengers, please queue up in the Pearl Zone. ബാഗ് എപ്പോഴും ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുക എൻ്റെ പടസിഞ്ച്. നമ്മൾ ട്രെയിൻ കയറി എത്തിയിരിക്കുന്നത് ഇവിടെ വിക്ടറി മോണുമെൻറ്റിലാണ്. വിക്ടറി മോണുമെൻ്റ് എന്ന് പറയുന്നത് ഒരു ഭയങ്കര എന്താ പറയുക, ഒരു സെൻറ്റർ പോയിൻ്റാണ്. ഇവിടെ രാത്രി വളരെ സജീവമാണ്. നൈറ്റ് മാർക്കറ്റ്സും പിന്നെ ഷോപ്പിംഗ് ഏരിയ, ഭക്ഷണശാലകൾ എല്ലാം അങ്ങനെ തന്നെയാണ്. ഇതും ഒരു പ്രധാന സ്ഥലമാണ്. അപ്പോൾ നല്ല കളർഫുള്ളാണ് ഈ സമയമെല്ലാം. അപ്പോൾ നമുക്ക് ഈ കാഴ്ചകളെല്ലാം കണ്ട് മുന്നോട്ട് പോകാം. ഇവിടെ കുറേ ഉപ്പിലിട്ട് വെജ് സാധനങ്ങൾ, ഉപ്പിട്ട നെല്ലിക്ക, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ, മാങ്ങ. ഇവിടെ കംപ്ലീറ്റ് പോർക്ക് മീറ്റ് ഫ്രൈഡ്, ഭയങ്കര സ്വാദാണ് പറയുന്നത്. ഇവിടെ എന്താ നടക്കുന്നത്? ഇവരെ തായ് ഇൻഗ്രീഡിയൻസ് എല്ലാം വെച്ചിട്ട് മിക്സ് ചെയ്ത് എടുക്കുന്നതാണ്. പപ്പായ സാലഡ്, നൂഡിൽസ്, എല്ലാ കാര്യങ്ങളും. ടോക്കൺ നമ്പറൊക്കെ ഉണ്ട്. ടോക്കൺ എടുത്തിട്ട് സാധനം കൊടുക്കുള്ളൂ. ഓർഡർ അനുസരിച്ചിട്ടാണ്, പ്രയോറിറ്റീസ്. ആൾക്കാർ ഓരോരുത്തരായിട്ട് ഒന്ന് ഐറ്റം പറയുന്നു, അതനുസരിച്ചിട്ട് അവർ പ്രിപ്പയർ ചെയ്യുന്നു. ഇടിച്ചിടിച്ചാണ് അതിന് മസാലയൊക്കെ മിക്സ് ചെയ്യുന്നത്. ഒരു തടി കൊണ്ടുള്ള ഒരു ഇതുണ്ട് ഇവിടെ, അതിലേക്ക് ഓരോ കാര്യങ്ങളായിട്ട് ഇട്ടിട്ട് ചെയ്യും. നാരങ്ങ നീരൊഴിക്കുന്നു, വെജിറ്റബിൾസ്, കുറച്ച് വേവിച്ച നൂഡിൽസ്, കുറച്ച് പപ്പായ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തത്, നീളത്തിന് ഘനം കുറച്ച്. ഇനി പാക്ക് ചെയ്യാൻ പോവാണ്. ഭയങ്കര ഡെലിക്കസിയാണ് ഇതെല്ലാം തന്നെ. ഇവിടുത്തെ തായ് ടിപ്പിക്കൽ കാര്യങ്ങളാണ്. അത് ആൾക്കാരിങ്ങനെ ഓർഡർ കൊടുത്ത് വാങ്ങുന്നത് കണ്ടു. അപ്പോൾ ശരിക്കുള്ള ഒതൻറ്റിക് തായ് ഡിഷ് കഴിക്കാനായിട്ട് ഏറ്റവും നല്ല സ്ട്രീറ്റ് ഫുഡ് തന്നെയാണ്. എസ്പെഷ്യലി നൈറ്റ് മാർക്കറ്റ്സ് ഒക്കെ വന്നാൽ നല്ല രസമാണ്. ഒരു സൈഡിൽ പോക്ക് ഇങ്ങനെ വറുത്ത് മാറ്റുന്നു, ഇപ്പുറത്ത് നൂഡിൽസ് വിത്ത് പപ്പായ, അങ്ങനത്തെ കോമ്പിനേഷൻ. ഇതിൻ്റെ മുകളിൽ കൂടി നല്ലൊരു ട്രെയിൻ ലൈൻ ഓടുകയാണ്. മെട്രോ നല്ല രീതിയിൽ സർവീസ് ചെയ്യുന്നൊരു സ്ഥലമാണ്.
പോർക്ക് മീറ്റ് ഇവിടെ ഭയങ്കര സ്പെഷ്യലാണ്, ഭയങ്കര ടേസ്റ്റിയാണെന്ന് പറയുന്നത്. പന്നിയിറച്ചിയാണ്, പിന്നെ കമ്പിൽ കുത്തി കുത്തി മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് എന്നിട്ട് എണ്ണയിലിട്ട് ഡീപ് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. വൻ ഡിമാൻഡാണ് ഈ കാര്യത്തിന്. അപ്പോൾ ഇപ്പോൾ മനസ്സിലായില്ലേ ഈ കാര്യങ്ങളെല്ലാം. അപ്പോൾ ഞാൻ പോർക്ക് മീറ്റ് കഴിക്കാത്ത ആളായതുകൊണ്ട് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. ഇവിടുത്തെ ക്യൂ കാണുന്നുണ്ട്, അത് ഈ സ്റ്റാളിലേക്കാണ്. ഇവരെല്ലാം ടോക്കൺ നമ്പർ എടുത്തിട്ട് ഇങ്ങനെ ടോക്കൺ വെച്ചിട്ടുണ്ട്. അവരുടെ പ്രയോറിറ്റി അനുസരിച്ചിട്ട് അവർക്ക് ഓർഡർ ചെയ്ത് കൊടുക്കും, ഓർഡറിനനുസരിച്ച് ഉണ്ടാക്കി കൊടുക്കും.